മാധ്യമ സുഹൃത്തുക്കളെ, ഇവിടെ സി നാരായണ ഓൾഡ് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ സ്നോൺസോ എസ് എൻ സ്കൂളിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഈ സംഘടന 1960 മുതൽ അവിടെ പ്രാബല്യത്തിലുള്ള സംഘടനയാണ്. അപ്പോ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ 78 ടീച്ചർമാര്, വിരമിച്ച ടീച്ചർമാരെ നല്ല രീതിയിൽ ആദരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ 1960 മുതലുള്ള ബാച്ചിലുള്ള ആൾക്കാര് നമ്മുടെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അതൊരു എല്ലാവർക്കും പരസ്പരം പുറത്തൊക്കെ ഉള്ള ആൾക്കാരെല്ലാവരും ഒത്തുകൂടി പരസ്പരം അവർക്ക് തമ്മിൽ കണ്ടുമുട്ടാനും അതുപോലെ പഠിപ്പിച്ച ടീച്ചർമാരെ നേരിൽ കണ്ട് അവരെ ആശീർവാദം വാങ്ങിക്കാനൊക്കെ ഒരു അവസരമായിട്ടാണ് സ്നോൺസോ ഇങ്ങനൊരു പൂർവ്വ വിദ്യാർത്ഥി സംഘം അവിടെ സംഘടിപ്പിക്കുന്നത്. അത് വേണ്ടത്ര രീതിയിൽ നല്ലവരായ മാധ്യമ പ്രവർത്തകര് അത് നന്നായി അതൊന്ന് എല്ലാവരിലും എത്തിക്കാനായിട്ട് അപേക്ഷിക്കുകയാണ്. ബൈജു സ്നോസോന്റെ സെക്രട്ടറിയാണ്. ഈ പങ്കെടുക്കുന്നത് ട്രഷറായിട്ടുള്ള വി ജി സുരേഷ്, അതുപോലെ തന്നെ CB, മറ്റേ പി വി സജീവൻ മുൻ പ്രസിഡന്റാണ് സ്നോസോന്റെ. നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറാണ് കണ്ണൻ. നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചു ജയൻ തോപ്പില് അതിന്റെ ആമുഖമായിട്ട് പറഞ്ഞു. 1960 ഈ സംഘടന പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ രൂപീകരിച്ചെങ്കിലും ഒരു 69 കാലഘട്ടത്തിലാണ് സ്നോസോ എന്ന പേരിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള സംഘടനയ്ക്ക് പേര് നൽകിക്കൊണ്ട് സംഘടന രൂപത്തിലായി. ഒരുപാട് വർഷമുള്ള സംഘടനയാണ്. ഈ സ്കൂളാണെങ്കിൽ 100ാം വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഈ അവസരത്തിൽ സ്കൂൾ ഓർമ്മ എന്നാണ് ഈ പരിപാടിയുടെ പേര് ഞങ്ങൾക്കുള്ള. സ്കൂൾ ഓർമ്മ, പഴയ കാലത്തെ ഓർമ്മകളെ ഒത്തുചേർന്നൊരു പരിപാടിയായിട്ടാണ് ഇതിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പരിപാടി. ഇതാണെങ്കിൽ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ അവിടെ പഠിച്ച് പോയവരുണ്ട്. ഇപ്പോൾ ഇതിന് ജയരാജു വാര്യർ അവിടെ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള കെ രവീന്ദ്രൻ അവിടെ പഠിച്ചിട്ടുള്ളതാണ്. ഒരുപാട് ആൾക്കാർ ഇതിനൊക്കെ ഒരുപാട് വലിയ വലിയ ആളുകൾ അവിടെ പഠിച്ചാണ്. ഇപ്പോൾ വേടൻ പോലും അവിടെ പഠിച്ചിട്ടുണ്ട്, കടിമല സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ എല്ലാവരും നമ്മൾ പൂർവ്വ വിദ്യാർത്ഥികളെ കൂട്ടായ്മയുടെ ഈ സ്കൂൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക എന്നാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായിട്ട് സ്കൂളിൽ പഠിച്ചു പോയിട്ടുള്ള പല രംഗത്തുള്ള പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ അവരെ വെച്ചിട്ടുള്ളൊരു നൗഷാദായ കലാഭവൻ നൗഷാദ്, ശ്രീജേഷ്, രാമേന്ദ്രൻ, അങ്ങനെ ഒരുപാട് പാട്ടുകാർ, പിന്നെ മാജിക് ഹരിദാസ്, അങ്ങനെ ഒരുപാട് പ്രതിഭകളുണ്ട്. അവരൊക്കെ കോർത്തിണക്കിക്കൊണ്ട് സ്കൂൾ ഓർമ്മ എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ച് മുഴുവൻ ടീച്ചർമാരെ 70ഓളം ഞങ്ങളെ പഠിപ്പിച്ചു പോയ ടീച്ചർമാരെ, ജീവിച്ചിരിക്കുന്ന മുഴുവൻ ടീച്ചർമാരെ ആ പരിപാടിയിൽ ആദരിക്കുന്നുണ്ട്. മറ്റുള്ള കാര്യങ്ങൾ പിന്നെ അവിടെ 22 വർഷമായി അവിടെ ഇപ്പോൾ ഹെഡ് മിസ്റ്റർ ആയിട്ടുള്ള രാജു ടീച്ചറെ റിട്ടയർ ആവുകയാണ്. അപ്പൊ ആ പരിപാടിയും കൂടി ഞങ്ങൾ ടീച്ചർക്ക് ഒരു ആദരവ് നൽകുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ പ്രോഗ്രാമിനെ പറ്റിയുള്ള വിശദമായ കാര്യങ്ങൾ പ്രോഗ്രാം കൺവീനർ കണ്ണൻ സംസാരിക്കും. ശിവഗിരി മഠത്തിന്റെ ധർമ്മസംഘം സെക്രട്ടറി രാമാനുജ സ്വാമികളാണ് ആരംഭിച്ച സ്കൂള്. പിന്നീട് കേശവന്റെ പേര് തന്നെ മാനേജറുണ്ട്. വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ പഴയ ചേർപ്പ് നിയോജക മണ്ഡലത്തിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും ആ കാലത്ത് വേറെ സ്കൂളുണ്ടായിരുന്നില്ല ഭാഗത്തൊക്കെ. അപ്പം ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ തുടങ്ങിയ സ്കൂളാണ്. പിന്നീട് കുട്ടികളുടെ ആധിക്യം വന്നപ്പോൾ നമ്മൾ 2 സ്കൂളായി മാറി. ഗേൾസും ബോയ്സും SM BHS ആൻഡ് SM GHS, അങ്ങനെ 2 സ്കൂളായി മാറുകയുണ്ടായത്. അതിനുശേഷമാണ് 60-ൽ നമ്മൾ ഈ സ്നോസോ ആരംഭിക്കുന്നത്. സത്യത്തിൽ ഈ സംസാരിക്കുന്ന എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഇതിന്റെ പ്രായവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ സ്കൂളിന്റെ 100 വർഷം ആവാൻ പോകുന്നു ആ സ്കൂള്. അപ്പൊ രാമാനുജ സ്വാമിയുടെ കാഴ്ചപ്പാടോട് കൂടിയിട്ട് വലിയ വിശാലമായ ഒരു പറമ്പും വലിയ വിശാലമായ കെട്ടിടങ്ങളും ഒക്കെ സംവിധാനങ്ങളൊക്കെ ഉള്ളതാണ്. 77 അധ്യാപകരാണ് ഇപ്പോൾ നമുക്ക് അവിടെ ജീവിച്ചിരിക്കുന്നത്. അവരെല്ലാവരെയും ഒന്ന് ഒരുമിച്ച് കൊണ്ടുവരുന്നു. ആ കാലത്ത് ജീവിച്ച അവരുടെ ശിക്ഷകണങ്ങളെയും കൊണ്ടുവരുന്നു.
പരിപാടിയായിട്ട് നമ്മൾ ബൈജുവിനെ പിന്നെ മറ്റു രീതിയിൽ അറിയില്ല. തൈവമക്കൾ എന്ന് പറയുന്ന നാടൻ പാട്ട് സംഘത്തിന്റെ ക്യാപ്റ്റനും കൂടിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ട്രൂപ്പിന്റെ നാടൻ പാട്ടുകളുണ്ട്. പിന്നെ ഈ പൂർവ്വജാതി പറഞ്ഞ പോലെ ധാരാളം കലാകാരന്മാരുണ്ട്. അവരുടെ വിവിധങ്ങളായ കലാപരിപാടികളും ഒരു ചെറിയ ഒരു ഭക്ഷണവും ഒരുക്കിക്കൊണ്ടാണ് എല്ലാവരും വരണം. എല്ലാ രീതിയിലും കവർ ചെയ്ത് തരണം, സഹായിക്കണം. സ്കൂളിന്റെ പഴയ മഹത്വം പുതിയ തലമുറയിലേക്കും കൂടി എത്തിച്ചു തരണമെന്ന് വിനീതമായി അപേക്ഷിച്ചു. സജീവ അല്ല ഉദ്ഘാടനം ആ സെക്ഷൻ പറഞ്ഞു.